എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 6-ാമത്തെ സർഗത്തിലെ 11 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അയോധ്യ വർണ്ണന തന്നെയാണ്. ഇനിയും അയോധ്യയിലെ ജനങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെയാണ് വർണ്ണിക്കണത്. അവിടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നമ്മൾ കേരളീയർ പറയണത് പോലെ മാവേലി നാടുവാണിടും കാലം മാലോകരെല്ലാവരും ഒന്നുപോലെ. അവിടെ കള്ളത്തരങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു രാജ്യമായിട്ടാണല്ലോ പറയപ്പെടുന്നത് മഹാബലിയുടെ രാജ്യം. അതുപോലത്തെ ഒരു രാജ്യം എന്നാണ് നമുക്കിത് വായിക്കുമ്പോൾ ഇത് രണ്ടും തമ്മിലൊരു ചേർച്ചയുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ 11-ാമത്തെ ശ്ലോകം മുതൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വർണ്ണിക്കുകയാണ്. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലാം. നാമൃഷ്ടഭോജീ നാദാത നാപ്യനംഗത നിഷ്കധൃക് നാഹസ്താഭരണോ വാപി ദൃശ്യതേ നാപ്യനാത്മവാൻ. ആ അയോധ്യയിൽ തത്ര അയോധ്യായാം അമൃഷ്ടഭോജി അമൃഷ്ടഭോജി എന്ന് പറഞ്ഞാൽ മൃഷ്ടഭോജി എന്ന് വെച്ചാൽ വേണ്ടുവോളം ഭക്ഷണം കഴിക്കാൻ സ്ഥിതിയുള്ള ഒരാൾ, അല്ലെങ്കിൽ ധാരാളം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്, ദാരിദ്ര്യമൊന്നുമില്ല. അതാണ് മൃഷ്ടഭോജി. അമൃഷ്ടഭോജി എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റാത്ത ആൾ. കഴിക്കാൻ പറ്റായ്ക എന്നുള്ളത് വയ്യായ്ക കൊണ്ടോ സ്ഥിതി മോശമായത് കൊണ്ടൊക്കെ സംഭവിക്കാം. പക്ഷെ അങ്ങനത്തെ ആൾക്കാരൊന്നും അവിടെ ഇല്ല. അതാണ് അമൃഷ്ടഭോജി. മൃഷ്ടാന്നം കഴിക്കാൻ പറ്റാത്തതായിട്ട് ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. അദാത എന്നുള്ളത് എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. ദാനം ചെയ്യാത്ത ഒരാൾ പോലും ആ അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല. നാപ്യനംഗത നിഷ്കധൃക്. അനംഗതങ്ങൾ, നിഷ്കങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ശരീരത്തിൽ അണിയുന്ന ഓരോ തരം ആഭരണങ്ങളാണ്. അതൊന്നും അണിയാത്തൊരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം അവരൊക്കെ സമ്പന്നരായിരുന്നു. സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ രത്നം കൊണ്ടൊക്കെയുള്ള ആഭരണങ്ങൾ ധാരാളമായിട്ട് അവർ അണിഞ്ഞിരുന്നു. അനംഗതം എന്നൊക്കെ പറഞ്ഞാൽ തോൾവള പോലെയുള്ളതൊക്കെയാണ്. നിഷ്കം എന്ന് പറഞ്ഞാൽ കഴുത്തിൽ കെട്ടുന്ന മാലയാണ്. കുറച്ച് കുടുങ്ങി കിടക്കുന്ന മാലയ്ക്കൊക്കെ പറയുന്ന പേരാണ് നിഷ്കം എന്നൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആഭരണങ്ങളൊന്നും ധരിക്കാത്തവരായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഹസ്താഭരണ അഹസ്താഭരണ. ഹസ്താഭരണമില്ലാത്തവൻ അഹസ്താഭരണൻ. കയ്യിൽ വളയിടാൻ പറ്റാത്ത ആൾക്കാർ. ദാരിദ്ര്യത്തിൻ്റെ സൂചനയാണ് വളയിടാൻ പറ്റായക എന്നുള്ളത്. അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെ കയ്യിലും കഴുത്തിലും കാതിലുമൊക്കെ ആഭരണങ്ങൾ വേണ്ടുവോളം ഉണ്ടായിരുന്നു. അഹസ്താഭരണോ വാപി ദൃശ്യതേ നാപ്യനാത്മവാൻ. ഒരു അനാത്മവാനായിട്ടുള്ള ഒരാളെ പോലും അവിടെ കാണില്ലായിരുന്നു. അനാത്മവാൻ, ആത്മവാൻ എന്ന് പറഞ്ഞാൽ ആത്മാവോട് കൂടിയവൻ. അങ്ങനെ അല്ലാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ. ആത്മനിയന്ത്രണമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ അല്ലാത്ത ആളാണ് അനാത്മവാൻ. അങ്ങനെ അനാത്മവാന്മാരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും അല്പസ്വല്പമൊക്കെ നിയന്ത്രണങ്ങളും ധാർമ്മിക ബോധങ്ങളുമൊക്കെ ഉള്ളവരായിരുന്നു എന്നർത്ഥം. നമുക്ക് 12-ാമത്തെ ശ്ലോകം നോക്കാം. നാനാഹിതാഗ്നിർനായജ്വാ ന ക്ഷുദ്രോ വാ ന തസ്കര കശ്ചിദാസീദയോധ്യായാം ന ചാവൃത്തോ ന സങ്കര. അയോധ്യായാം, ആ അയോധ്യയിൽ അനാഹിതാഗ്നി. ആഹിതാഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി ജ്വലിപ്പിക്കുന്നവൻ, അഗ്നി ജ്വലിപ്പിച്ചവൻ. ആഹുതിയൊക്കെ, അഗ്നിക്കൊക്കെ വേണ്ടതുപോലെ ആഹുതിയൊക്കെ നൽകുന്നവൻ. അതായത് വലിയ യാഗങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഹോമങ്ങൾ, ഹവിസർപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അതാണ് ആഹിതാഗ്നി. അനാഹിതാഗ്നി എന്ന് പറഞ്ഞാൽ ഈ പ്രവൃത്തി ചെയ്യാത്തവൻ. അങ്ങനെയുള്ളവരുണ്ടായിരുന്നില്ല. എല്ലാവരും ആഹിതാഗ്നികളായിരുന്നു. എല്ലാവരും അഗ്നിയെ ആരാധിക്കുന്നവരായിരുന്നു. അതുപോലെ അയജ്വ. അയജ്വ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം യാഗം ചെയ്യാത്തവൻ. യജ്വാവ് യാഗം ചെയ്യുന്നവൻ, അയജ്വ യാഗം ചെയ്യാത്തവൻ. അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നില്ല. അയജ്വ ക്ഷുദ്രോ വാ ന തസ്കര. ക്ഷുദ്രന്മാരുണ്ടായിരുന്നില്ല. ക്ഷുദ്രന്മാരെന്ന് പറഞ്ഞാൽ ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്ത് നടക്കുന്ന ആൾക്കാർ, അല്പന്മാർ, മറ്റുള്ളവരെ ഉപദ്രവിച്ച് നടക്കുന്ന ആൾക്കാർ, വേറൊരു തൊഴിലും ഇല്ലാത്ത ആൾക്കാരെയാണ് ക്ഷുദ്രന്മാരെന്ന് പറയുക. അതുപോലെ തന്നെ തസ്കരന്മാരെന്ന് പറഞ്ഞാൽ കള്ളന്മാരെന്നാണ് അർത്ഥം. കള്ളന്മാരുണ്ടായിരുന്നില്ല, ക്ഷുദ്രന്മാരുണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്നവർ, മറ്റുള്ളവരുടെ സാധനങ്ങൾ കട്ടെടുക്കുന്നവർ, അങ്ങനെയുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നച അവൃത്തോ ന സങ്കര.
എന്നുവെച്ച അവൃത്തോ എന്ന സങ്കര എന്ന് പറഞ്ഞാൽ അവരവരുടെ വൃത്തികൾ ചെയ്യാത്തവർ, അവൃത്തന്മാർ, സ്വന്തം ധർമ്മം കുലധർമ്മം ഒക്കെ ചെയ്യാത്തവർ അങ്ങനെയുള്ളവരുണ്ടായിരുന്നില്ല. മാത്രമല്ല സങ്കരന്മാരും ഉണ്ടായിരുന്നില്ല. സങ്കരഹ എന്നുള്ളത് കൊണ്ട് വർണ്ണസങ്കരങ്ങൾ സംഭവിക്കുമല്ലോ. ജാതിയിൽ പരസ്പരം ഒരേ ജാതിക്കാരെ ഒരേ വർണ്ണങ്ങളെ വിവാഹം കഴിക്കാത്ത ആൾക്കാർ അങ്ങനെയുള്ളവരും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ബ്രാഹ്മണർ ബ്രാഹ്മണരെയും ക്ഷത്രിയർ ക്ഷത്രിയരെയും വൈശ്യർ വൈശ്യരെയും ശൂദ്രർ ശൂദ്രരെയും ഇനി മറ്റ് ഏതൊക്കെ തരം വർണ്ണവിഭാഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവോ അവരൊന്നും മറ്റൊന്നിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. അവരവരുടെ സ്വന്തം വർണ്ണങ്ങളിലുള്ളവരെ തന്നെയാണ് വിവാഹം കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജാതി സങ്കരങ്ങൾ ഉണ്ടായിരുന്നില്ല. തൊഴിലുകൾക്ക് മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല എന്നർത്ഥം. സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങൾ ഉണ്ടാവുമോ? മനുഷ്യർ താമസിക്കാൻ തുടങ്ങിയാൽ ഇതിനൊക്കെ മാറ്റം വരില്ലേ? എന്നാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിരിക്കും. പക്ഷേ ബാക്കിയുള്ളത് എത്ര കണ്ട് നിയന്ത്രണങ്ങൾ വരും? ഒരു 80%, 60-70% മാക്സിമം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരും ഉണ്ടാവുമെങ്കിലും താരതമ്യേന കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയണത്. നമ്മൾ സാധാരണമായിട്ട് സംസ്കൃതത്തിലൊരു ഉദാഹരണം പറയാറുണ്ട്. ചന്ദനക്കാട് എന്ന് പറയുമ്പോൾ അവിടെ ചന്ദന മരങ്ങൾ മാത്രമൊന്നും ആവില്ല. മാന്തോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ മാവിൻ തോപ്പ്, മാവ് മരങ്ങൾ, മാവുകൾ മാത്രമൊന്നും ആയിരിക്കില്ല, മറ്റു മരങ്ങളുണ്ടാവും. പിന്നെ ഇതിന് അങ്ങനെ പേര് കൊടുക്കണമെന്നാണെങ്കിൽ ആധിക്യത്തോടു കൂടി അവയാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ മറ്റ് വർണ്ണസങ്കരങ്ങൾ കുറേശ്ശെയൊക്കെ ഉണ്ടാവുമായിരിക്കും, എന്നാലും അത്രയൊന്നും ഇല്ലാത്ത വിധത്തിലാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഇല്ലാത്ത രീതിയിലാണ്, എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. 13ാമത്തെ ശ്ലോകം നോക്കാം. സ്വകർമ്മനിരതാ നിത്യം ബ്രാഹ്മണ വിജിതേന്ദ്രിയ ദാനാധ്യയനശീലാശ്ച സംയതാശ്ച പ്രതിഗ്രഹേ. അവിടെ ബ്രാഹ്മണരുടെ ശീലങ്ങളെ പറ്റിയിട്ടൊന്ന് എടുത്ത് പറയുകയാണ്. ബ്രാഹ്മണാഹ, അയോധ്യയിൽ ബ്രാഹ്മണരെന്താ ചെയ്തിരുന്നത്? സ്വകർമ്മനിരതാഹ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയതുപോലെ വർണ്ണസങ്കരങ്ങളില്ലാതെ വരുമ്പോൾ അവരവരുടെ വർണ്ണങ്ങളുടെ കർമ്മങ്ങൾ അവരവർ ചെയ്യും. ബ്രാഹ്മണർ അവരവരുടെ കർമ്മങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവർ നിത്യം എന്നും തന്നെ നിത്യകർമ്മങ്ങൾ പലതും ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തിരുന്നു. അവർ വിജിതേന്ദ്രിയന്മാരായിരുന്നു, ഇന്ദ്രിയങ്ങളെ ജയിച്ചവരായിരുന്നു, ഇന്ദ്രിയങ്ങൾക്ക് അടക്കം വന്നവരായിരുന്നു. അതായത് കണ്ണ് മൂക്ക് നാക്ക് ഇതൊക്കെ ചെവി, അതുപോലെ തന്നെ കയ്യ് കാല് തുടങ്ങിയിട്ടുള്ളതായ വാക് പാണി പാദവായു ഉപസ്ഥങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ, കണ്ണ് മൂക്ക് നാക്ക് ഇതൊക്കെ ചെവി എന്നുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾക്കനുസരിച്ച് കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ ആദ്യം തന്നെ ജ്ഞാനേന്ദ്രിയങ്ങളെ അടക്കം വരുത്തി അതോടുകൂടി തന്നെ കർമ്മേന്ദ്രിയങ്ങൾക്കും അടക്കം വന്ന അങ്ങനെയുള്ള ബ്രാഹ്മണരായിരുന്നു, അറിവുള്ളവരായിരുന്നു ആ നാട്ടിലുണ്ടായിരുന്നത്. അവർ ദാനം അധ്യയനം തുടങ്ങിയവ ശീലമാക്കിയവരായിരുന്നു. ദാനം ചെയ്യുക, അവർക്ക് ദാനം ചെയ്യാനുള്ള അധികാരമുണ്ട്. ദാനം സ്വീകരിക്കാനും പറ്റും, ദാനം കൊടുക്കാനും പറ്റും. ക്ഷത്രിയർക്ക് ദാനം കൊടുക്കാനേ പാടുള്ളൂ, ദാനം സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ദാനവും അധ്യയനവും, അധ്യാപനം രണ്ടും ബ്രാഹ്മണർക്ക് പറ്റണതാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ക്ഷത്രിയർക്കാകട്ടെ അല്ലെങ്കിൽ മറ്റ് വർണ്ണങ്ങളിൽ ക്ഷത്രിയരെ വൈശ്യരെ ശൂദ്രർക്കൊന്നും പഠിപ്പിക്കാൻ അവകാശമില്ല, പഠിക്കാനേ അവകാശമുള്ളൂ എന്നാണ് പറയുക. അധ്യയനം ചെയ്യാം, അധ്യാപനം പാടില്ല എന്നൊക്കെ പണ്ട് പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. അതിനൊക്കെ കാലം മാറുമ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല, അവിടെ ഉണ്ടായിരുന്ന കഥകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ദാന അധ്യയനശീലന്മാരായിരുന്നു അവിടുത്തെ ബ്രാഹ്മണർ. സംയതാശ്ച, ഏത് കാര്യത്തിൽ? പ്രതിഗ്രഹേ സംയതാശ്ച, സ്വീകരിക്കുന്ന കാര്യത്തിൽ. ദാനം ചെയ്യാനൊക്കെ മിടുക്കന്മാരായിരുന്നു. വേറെന്തെങ്കിലും ഇങ്ങോട്ട് സ്വീകരിക്കുക, പ്രതിഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുകയാണ്, അത് അവർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് ആ കാര്യത്തിൽ അവർ സംയതാഹ, നിയന്ത്രണമുള്ളവരായിരുന്നു. കൊടുക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിന് പകരമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവൃത്തികൾക്ക് പകരമോ സ്വീകരിക്കുക എന്തെങ്കിലും എന്നുള്ളത് വളരെ താല്പര്യമുള്ള കാര്യം ആയിരുന്നില്ല അവർക്ക്. അതാണ് പ്രതിഗ്രഹേ സംയതാശ്ച. ഇനി അതുപോലെ തന്നെ പിന്നെയും ചില ഗുണഗണങ്ങൾ പറയാണ് അവിടുത്തെ മനുഷ്യരുടെ. നാസ്തികോ നാനൃതീവാപി ന കശ്ചിദ ബഹുശ്രുത നാസൂയകോ ന ചാശക്തോ ന വിദ്വാൻ വിദ്യതേ ക്വചിത്. അവിടെ അയോധ്യയിൽ
നാസ്തികോ നാസ്തികന്മാർ, അത് ആദ്യം പറഞ്ഞതാണ്, വേദങ്ങളുടെ പ്രാമാണ്യം അംഗീകരിക്കാത്തവരെയാണ് നാസ്തികന്മാരെന്ന് പറയാം. അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നില്ല. അനൃതി, അനൃതി ഋതി എന്ന് പറഞ്ഞാൽ സത്യവും നീതിയും ഒക്കെ കൊണ്ട് നടക്കുന്നവർ. അനൃതികൾ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലാത്തവർ, അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നില്ല. ന അനൃതി വാപി ന കശ്ചിത് അബഹുശ്രുത. ബഹുശ്രുതന്മാരെന്ന് വെച്ചാൽ നല്ല വിവരമുള്ളവർ, പല വിഷയങ്ങളിലും അറിവുള്ളവരെയാണ് ബഹുശ്രുതന്മാരെന്ന് പറയാം. അബഹുശ്രുതന്മാരെന്ന് പറഞ്ഞാൽ ഒന്നിലും വിവരമില്ലാത്തവർ, അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നില്ല. ന അബഹുശ്രുത. മാത്രമല്ല ന അസൂയക, അസൂയുള്ളവർ, മറ്റുള്ളവരുടെ അഭിവൃദ്ധിയിൽ അസൂയ വച്ച് പുലർത്തുന്നവർ ഉണ്ടായിരുന്നില്ല. എന്നുവെച്ച അശക്ത, മാത്രവുമല്ല അശക്തന്മാരുണ്ടായിരുന്നില്ല, ശക്തിയുള്ളവരായിരുന്നു. അത് ഏത് വിധത്തിലും ആവാം, ശാരീരികമായിട്ടുള്ള ശക്തിയാവാം, കായികമായിട്ടുള്ള ശക്തിയാവാം, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിശക്തിയാവാം. ഇങ്ങനെയൊക്കെയുള്ള ബലങ്ങളൊക്കെ ഉള്ളവരായിരുന്നു അവിടുത്തെ ആൾക്കാർ. ന അവിദ്വാൻ വിദ്യതേ ക്വചിത്, പഠിപ്പില്ലാത്തവർ, അറിവില്ലാത്തവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മിടുക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മിടുക്കികളായിട്ടുള്ള വിദ്വാൻമാരായിട്ടുള്ള ഒരു ദേശമായിരുന്നു, ഒരു രാജ്യമായിരുന്നു അയോധ്യ. നമുക്ക് 15ാമത്തെ ശ്ലോകം നോക്കാം. നാഷഡംഗവിദത്രാസ്തി നാവ്രതോ നാസഹസ്രജ നദീന ക്ഷിപ്തചിത്തോ വാ വ്യഥിതോ വാപി കശ്ചന. അത്ര, അത്ര എന്ന് പറഞ്ഞാൽ ആ അയോധ്യയിൽ അഷഡംഗവിദ് ന അസ്തി. ഷഡംഗവിദ് എന്ന് പറഞ്ഞാൽ ഷഡംഗം, ഷട്ട്, അതായത് വേദാംഗങ്ങളാണ്. ഷഡംഗം എന്ന് പറഞ്ഞാൽ വേദാംഗങ്ങളാണ്. വേദാംഗങ്ങളിൽ അറിവില്ലാത്തവനുണ്ടായിരുന്നില്ല. അതാണ് അഷഡംഗവിദ് ന അത്ര അസ്തി. ഷഡംഗങ്ങളെ പറ്റിയിട്ട്, 6 വേദാംഗങ്ങളെ പറ്റിയിട്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് വേദങ്ങളുണ്ടാവും. വേദങ്ങളെ പറ്റിയിട്ടും വേദാംഗങ്ങളെ പറ്റിയിട്ടും അറിയാത്ത ഒരാളവിടെ ഉണ്ടായിരുന്നില്ല. ന അസ്തി. അതോടൊപ്പം ന അവ്രത, വ്രതമെടുക്കാത്തവർ, നോൻപ് നോൽക്കാത്തവർ, ആചാരാനുഷ്ഠാനങ്ങൾ എടുക്കാത്തവർ, അങ്ങനെയുള്ളവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ന അവ്രതോ ന അസഹസ്രജ, അവിടെ ദാനം ചെയ്യാത്തവരായിട്ട്, പിശുക്കുള്ളവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ന സഹസ്രജ, ആയിരക്കണക്കിന് ഒരുപാട് ദാനങ്ങൾ ചെയ്യുന്നവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ. ഇനി ന ദീന, ക്ഷീണിതരായിട്ടുള്ള വയ്യായിക ഉള്ളവർ, രോഗങ്ങളുള്ളവർ, അങ്ങനെ ഉണ്ടായിരുന്നില്ല. ക്ഷിപ്തചിത്ത, മനസ്സിന് സ്വസ്ഥതയില്ലാത്തവർ, അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നില്ല. വ്യഥിതന്മാർ, മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യഥകൾ, സാമ്പത്തികമായിട്ടുള്ള കുറവ്, ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, മക്കളധികമായിട്ട് അവർക്ക് വേണ്ടത് കൊടുക്കാൻ പറ്റായക, അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നില്ല. അതാണ് പറയണത് വ്യഥിതോ വാ അഭി കശ്ചന, കശ്ചന വ്യഥിത അഭി ന അസീത്. അവിടെ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല, വയ്യായികകളില്ല, ദാരിദ്ര്യമില്ല, ആരെക്കുറിച്ചും വലിയ ദുഃഖങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖസമൃദ്ധിയിൽ ജീവിക്കുന്നവരായിരുന്നു. 16ാമത്തെ ശ്ലോകം കൂടി നോക്കാം. കശ്ചിന്നരോ വാ നാരീ വാ നാ ശ്രീമാൻ നാപ്യരൂപവാൻ ദ്രഷ്ടും ശക്യമയോധ്യായാം നാഭിരാജന്യഭക്തിമാൻ. അയോധ്യായാം, ആ അയോധ്യയിൽ കശ്ചിത് നരഹ നാരീവ, ആണൊരുത്തനായാലും വേണ്ടില്ല, പെണ്ണൊരുത്തിയായാലും വേണ്ടില്ല, നരനെ ആയാലും വേണ്ടില്ല, നാരിയെ ആയാലും വേണ്ടില്ല, എങ്ങനെയുള്ളവരെ കാണാൻ പറ്റില്ലായിരുന്നു? അശ്രീമാന്മാർ, ഐശ്വര്യമില്ലാത്തവരുണ്ടായിരുന്നില്ല, രൂപഭംഗിയില്ലാത്തവരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ആരോഗ്യത്തോടും ആയുസ്സോടും കൂടിയുള്ളവരായിരുന്നു. ഐശ്വര്യമുള്ളവരും സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിരുന്നു. അതാണ് ന അശ്രീമാൻ ന അഭി അരൂപവാൻ. രൂപമില്ലാത്തവർ, വൈകൃതമുള്ളവർ ഒക്കെ വളരെ കുറവായിരുന്നു. എല്ലാവരും സന്തുഷ്ടിയിലും സമൃദ്ധിയിലും ജീവിച്ചിരുന്നവരായിരുന്നു. അങ്ങനെയുള്ള ഒരാളെയും അയോധ്യയിൽ കാണാൻ പറ്റില്ലായിരുന്നു. അതാണ് അയോധ്യായാം ദ്രഷ്ടും ന ശക്യം, അയോധ്യയിൽ കാണാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല രാജനി അഭക്തിമാൻ അഭി ന, രാജാവിൽ ഭക്തിയില്ലാത്തവരും ഇല്ലായിരുന്നു. രാജാവിനെ പുച്ഛിക്കുക, രാജാവിനെ തള്ളിക്കളയുക, അങ്ങനെയുള്ളവരുണ്ടായിരുന്നില്ല. രാജഭക്തിയുള്ള വളരെ സ്വകർമ്മ നിരതരായിട്ടുള്ള ഒരു പറ്റം മനുഷ്യർ താമസിച്ചിരുന്നതായിട്ടുള്ള പ്രദേശമായിരുന്നു അയോധ്യ എന്നാണ് ഇവിടെ വാൽമീകി അയോധ്യയെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത്. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. നാമൃഷ്ടഭോജീ നാദാതാ നാപ്യനംഗത നിഷ്കധൃക്
നാഹസ്താഭരണോ വാപി ദൃശ്യതേ നാപ്യനാത്മവാൻ നാനാഹിതാഗ്നിർനായജ്വാ ന ക്ഷുദ്രോ വാ ന തസ്കര കശ്ചിദാസീദയോധ്യായാം ന ചാവൃത്തോ ന സങ്കര സ്വകർമ്മനിരതാ നിത്യം ബ്രാഹ്മണാ വിജിതേന്ദ്രിയാ ദാനാധ്യയനശീലാശ്ച സംയതാശ്ച പ്രതിഗ്രഹേ നാസ്തികോ നാനൃതീവാപി ന കശ്ചിദ ബഹുശ്രുത നാസൂയകോ ന ചാശക്തോ നാവിദ്വാൻ വിദ്യതേ ക്വചിത് നാഷഡംഗവിദത്രാസ്തി നാവ്രതോ നാസഹസ്രത നദീനക്ഷിപ്തചിത്തോ വാ വ്യഥിതോ വാപി കശ്ചന കശ്ചിന്നരോ വാ നാരീ വാ നാശ്രീമാൻ നാപ്യരൂപവാൻ ദ്രഷ്ടും ശക്യമയോധ്യായാം നാഭിരാജന്യഭക്തിമാൻ. ഇവിടെ ലീലാവതി ടീച്ചറുടെ പുസ്തകത്തിൽ നാഷഡംഗവിദന്നാസ്തി എന്നാണ്, അവിടെ ഒരു തെറ്റുണ്ട്. ഷഡംഗവിധ അത്രാസ്തി എന്നാണ് അവിടെ അക്ഷരത്തിന് എഴുതി വന്നപ്പോൾ വന്ന തെറ്റാവണം. അത്ര എന്ന് പറയണം. അഷഡംഗവിധ അത്ര ന അസ്തി നാസ്തി എന്ന് പറയുമ്പോഴേ അർത്ഥം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ പദം മുറിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ നായജ്വ എന്ന് 12ാമത്തെ ശ്ലോകത്തിൽ നയജ്വ എന്നാണ്. അപ്പോൾ വിപരീതാർത്ഥം വരിക. യാഗം ചെയ്യുന്നവരുണ്ടായിരുന്നില്ല എന്നർത്ഥം വരും. ന അയജ്വ എന്ന് പറയുമ്പോഴാണ് ശരിയാവുക. യാഗം ചെയ്യാത്തവരാരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും തന്നെ യാഗം ചെയ്തിരുന്നു എന്നർത്ഥം. അങ്ങനെ അത്യന്തം സമൃദ്ധമായിട്ടുള്ള ഒരു രാജനഗരിയായിരുന്നു അയോധ്യ എന്ന് വർണ്ണിച്ചിരിക്കുകയാണ് കവി. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.